അനു മാം, ജുവൽ മാം, യെസ് മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ക്യാമറ ഓൺ അല്ല ജുവൽ മാമിന്റെ. ഓൺ ആണ്. ആ അനു മാം സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഓഡിയോ ഓഫ് ആണ് അനു മാമിന്റെ. ഓക്കെ, ജുവൽ മാം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നേരിടുന്ന നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമ്മുടെ മാനസിക ആരോഗ്യം. എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താന്ന് വെച്ചാല് നമ്മളത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാകുമോ, ഇങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന് ഈ തടസ്സമാകുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാം, ആ മാനസിക വെല്ലുവിളികളെ എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ എങ്ങനെ അത് നമുക്കത് മാറ്റിയെടുക്കാമെന്നതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് തരാൻ പോകുന്നത് മറ്റാരുമല്ല, ആയുർവേദ ഡോക്ടറും സൈക്കോ തെറാപ്പിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും അതിനെല്ലാം ഉപരി നല്ലൊരു കലാകാരിയുമായ അനു മാമാണ്. അതുപോലെ തന്നെ ഒരു സമുന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഡോക്ടർ അനു മാം. 2011 കേരള കൗമുദി അവരുടെ സേവനത്തിന് ആദരവ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഓൺ ബിഹാഫ് ഓഫ് വിംബിൾ അക്കാദമി, ഫൈസൽ സാർ, അർച്ചന മാം ആൻഡ് ഓൾ മൈ ടീം മെമ്പേഴ്സ്, I invite versatile personality Dr. Anu ma'am to this section. And I also invite our team members who are eagerly waiting for this section. അപ്പൊ ഒന്നും കൂടി ഡോക്ടർ അനു മാമിനെ ഞാൻ ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ജുവൽ മാം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. വെരി ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ മാം? ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഇപ്പം മാം പറഞ്ഞ പോലെ ഞാനൊന്ന് സെൽഫായിട്ട് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഞാൻ ഡോക്ടർ ആണ് മുരളീകൃഷ്ണൻ. എൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പം ഇങ്ങനൊരു ട്രെയിനിങ് ടോക്കിലേക്ക് എനിക്കൊരു അവസരം തന്ന വിംബിൾ അക്കാദമിയോടും ഫൈസൽ സാറിനോടും നമ്മളെല്ലാമായ അർച്ചന മാമിനോടും ഞാൻ ആദ്യമേ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ ലിമിറ്റിംഗ് ബിലീഫ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും ചിലപ്പം കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. അപ്പം ഞാനൊരു സ്റ്റോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു ബ്രേക്കിംഗ് ബിലീഫ് മറികടന്ന അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറി. രാമേശ്വരം എന്ന ഒരു ഗ്രാമത്തില് ജനിച്ചു വളർന്നൊരു കുട്ടി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആരാന്ന് പിടികിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? രാമേശ്വരം എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടി ഒരു പത്രം വിറ്റ് നടന്ന സമയത്തായിരുന്നു. ഉപജീവന മാർഗത്തിന് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പത്രം വിറ്റ് നടന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കണം, വലിയൊരാളാവണം, ഒരു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ. അപ്പം പൊതുവേ തന്നെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ ഡിമോട്ടിവേറ്റ് ചെയ്തു. നീ ഒരു താഴ്ന്ന അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി വളരെ താഴ്ന്ന സ്ഥലത്ത് നടന്നൊരു അയാൾ കൊണ്ട് തന്നെ നിനക്ക് ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പലരും അദ്ദേഹത്തെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് എന്നെ കൊണ്ട് പറ്റും, അല്ലെ എനിക്കതിന് സാധിക്കും എന്നുള്ളത്. അവിടെ ആ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്നു. അതിൽ അദ്ദേഹം ഒരു സയന്റിസ്റ്റായി മാറി. അവിടെ രാജ്യം ഒട്ടടക്കം നോക്കുമ്പോൾ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ ആ അറ്റംപ്റ്റ് എന്ത് ചെയ്യുന്നു, ഫെയിലർ ആയിരുന്നു.
അപ്പോഴും അദ്ദേഹത്തിന് ഒരു ലിമിറ്റിംഗ് സിസ്റ്റം ബിലീഫ് ഉണ്ടാവാമായിരുന്നു, ഞാൻ ഫെയിലർ ആണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അത് നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. ഇതൊരു പാഠമാണ്, ഇനിയും അവസരങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു പാഠം ഉൾക്കൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം പരിശ്രമം തുടർന്നു. പിന്നീട് രാജ്യമൊട്ടെ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തു, മിസൈൽ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ ഒരു വ്യക്തിയായി മാറി. അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. അപ്പൊ ഈ സ്റ്റോറി പറയുന്നത് എന്താ വെച്ചാൽ, ഇതാണ് ലിമിറ്റിംഗ് ബിലീഫ്. നമ്മൾ ജനിച്ചിടത്ത് നിന്ന് വരുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന ഒരു ശക്തമായ വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആണെങ്കിലും നമ്മുടെ ഗ്രോത്ത്, ഇൻകം, റിലേഷൻഷിപ്പ്, കോൺഫിഡൻസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്, അല്ലെ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളിൽ എപ്പോഴെങ്കിലും എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് പോസിബിൾ ആകുമോ എന്നൊരു തോട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒന്ന് ഇൻബോക്സ് ചാറ്റ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് പോസിബിൾ ആണോ, ഞാൻ ഇതിന് അർഹനാണോ എന്നൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ പോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ പലപ്പോഴായിട്ട് നമ്മുടെ മണ്ണിലൂടെ പോയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ശരിക്കും ഇതൊരു വീക്ക്നെസ് അല്ല, നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ ഒരു പ്രോഗ്രാമിംഗ് ആണെന്ന് പറയാം. ശരിക്കും ഈ ഒരു പ്രോബ്ലം എവിടുന്നാ വരുന്നത്? ഔട്ട്സൈഡിൽ നിന്നാണോ? ഇപ്പം എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മുടെ മണി പ്രോബ്ലം ആയിക്കോട്ടെ, സ്കിൽ പ്രോബ്ലം ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് സ്കില്ലാണെങ്കിലും ആ ഒരു ബിലീഫ് നമ്മൾ പുറത്തു നിന്നാണോ വരുന്നത്? അല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതെ, ഈ പ്രോബ്ലം ഔട്ട്സൈഡ് അല്ല, അതിന്റെ പെർമിഷൻ ഇൻസൈഡ് ഇല്ല എന്നുള്ളതാണ്. ഈ പെർമിഷനെ ഈ പെർമിഷനെ തടയുന്ന ഒരു വോയിസ് ആണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്നത്. ലിമിറ്റിംഗ് ബിലീഫ് എന്നത് ഒരു തോട്ടാണ്, നമ്മൾ അതൊരു ഫാക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെ? ഈ തോട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ബിലീഫായിട്ട് മാറും. ഒരു തോട്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അത് ബിലീഫായിട്ട് മാറും. ആ ബിലീഫ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? അത് ഐഡന്റിറ്റി ആയിട്ട് മാറും. ആ ഐഡന്റിറ്റിയോട് നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? അത് ലൈഫായിട്ട് മാറും, നമ്മുടെ ലൈഫിലൊരു പാർട്ടായിട്ട് മാറും. അങ്ങനെയാണ് ഈ സിസ്റ്റം നമ്മളിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിലീഫ് നമ്മളിലേക്ക് ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇത് ചേഞ്ച് ചെയ്യണം. നമ്മൾ എവിടെ വർക്ക് ചെയ്യണം? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷന്റെ മെയിൻ ഗോൾ, എല്ലാവർക്കും ഒരുപാട് ബിലീഫ് സിസ്റ്റം ഉണ്ടാവും, പക്ഷെ ഏതെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റം എങ്കിലും ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷന്റെ എന്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ലിമിറ്റിംഗ് ബിലീഫ്? എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്? ലിമിറ്റിംഗ് ബിലീഫ് എന്നത് നമ്മളിൽ തന്നെ നിലനിർത്തുന്ന ഒരു ഇൻവിസിബിൾ ബാരിയർ ആണ്. നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ഇൻവിസിബിൾ മെന്റൽ ബാരിയർ ആണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ലൈഫിൽ അത് ലൈഫിൽ വരുന്ന അതിന്റെ എഫക്റ്റ് റിയൽ ആയിട്ടുള്ളതാണ്, അല്ലെ? ബിലീഫ് എന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നെഗറ്റീവ് ആ സ്റ്റോറി ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ലിമിറ്റിംഗ് ബിലീഫായിട്ട് മാറും. അത് നമ്മുടെ മുന്നോട്ടുള്ള ആക്ഷന്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയെ തടയുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് വെറും ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൺട്രോൾ തോട്ട് മാത്രമല്ല, ആ ഒരു വെറും വേർഡ്സ് മാത്രം നമ്മുടെ ആക്ഷനെ മുന്നോട്ട് നയിക്കാനുള്ള കൺട്രോൾ ചെയ്യുന്ന ഒരു തോട്ടാണ്, അല്ലെ? ഇവിടെ നമുക്കൊരു ബിലീഫ് ഉണ്ടാവുമ്പോൾ
ആ ബിലീഫിന്റെ പിന്നിൽ എന്ത് ചെയ്യും? ഒരു ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻ എന്ത് ചെയ്യും? നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യും. ആ ബിഹേവിയർ എന്ത് ചെയ്യും? ആ ബിഹേവിയർ Who shows this? മൈക്ക് മ്യൂട്ട് ആക്കണേ. ആരുടെയോ മൈക്ക് ഓപ്പൺ ആണ്, മ്യൂട്ട് ആക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബിലീഫിന്റെ പിന്നിൽ ഒരു ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻ നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും. ആ ബിഹേവിയറാണ് നമ്മുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു ബിലീഫാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഇമോഷൻ എന്തായിരിക്കും? ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു ബിലീഫാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ഇമോഷൻ എന്തായിരിക്കും? മറ്റുള്ളവർ നമ്മൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളതാണോ മാം? അതെ, ഓക്കെ മാം, താങ്ക് യു മാം. മറ്റുള്ള നമ്മൾ ജഡ്ജ് ചെയ്യും. അപ്പൊ അതിൽ വരുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഫിയർ ആണ്. ആ ഫിയർ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുന്നോട്ട് ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവോയ്ഡ് ചെയ്യും. നമ്മൾ മുന്നോട്ട് ട്രൈ ചെയ്യില്ല, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു സ്ട്രോങ് ബിലീഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളത് മുന്നീട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം എന്താ പറയാ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റില്ല എന്നൊരു തോട്ട് വരും. ഇനിയിപ്പം കരിയറിലാണെങ്കിൽ ഈ കരിയർ ചേഞ്ച് ചെയ്യുന്ന റിസ്കി ആണ് എന്നുള്ള തോട്ട് വരും. സെൽഫ് വെർത്തുള്ള ഒരാളാണെങ്കിൽ ഞാൻ അതിന് ഡിസേർവ് അല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതിന്റെ ഒക്കെ ഈ ഒരു ബിലീഫ് സിസ്റ്റം ഒക്കെ അവരിൽ ഉണ്ടാവുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അയാളുടെ കോൺഫിഡൻസ് കുറയും, ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും, അതേപോലെ ആക്ഷൻ എടുക്കുന്നത് ബ്ലോക്കേജ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഒരു വോള് പോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഈ വോൾ എന്ന് പറയുന്നത് ഒരു ഫേക്ക് വോൾ ആയിരിക്കും. ഇത്രയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്താണ് എന്ന് പറയുന്നത്. ഇതിനൊരു സയന്റിഫിക് ആംഗിളിലേക്ക് നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും സേഫ്റ്റി ആണ് പ്രിഫർ ചെയ്യുന്നത്. ബ്രെയിൻ എപ്പോഴും സേഫ്റ്റി പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാല് അത് ഡേഞ്ചർ ആണെന്നത് ബ്രെയിൻ അസ്യൂം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? സോ മൈൻഡ് ക്രിയേറ്റ് ലിമിറ്റിംഗ് ബിലീഫ് ടു അവോയ്ഡ് റിസ്ക്. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ബ്രെയിൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ മൈൻഡിൽ വരുന്ന ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സൈലന്റ്ലി ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ നിങ്ങൾ പറഞ്ഞു ഓരോരുത്തരുടെ മൈൻഡിലും എന്തൊക്കെയോ ഒരു ബിലീഫ് ഉണ്ട് എന്ന്. അപ്പൊ എല്ലാവരും എന്തെങ്കിലും എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ള ലിമിറ്റിംഗ് ബിലീഫ് അതൊന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതൊരു തോട്ടാണ്, പക്ഷെ അത് ട്രൂത്ത് ആണോ? അത് തോട്ടാണ്, പക്ഷെ അത് ട്രൂത്ത് അല്ല, അല്ലെ? അപ്പം ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് അല്ല. നമുക്കത് റീറൈറ്റ് ചെയ്യാനാവും, അതേപോലെ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനാവും എന്നുള്ളതാണ്. അപ്പൊ വേർ ഡു ദ ലിമിറ്റിംഗ് ബിലീഫ് കം ഫ്രം? എവിടുന്നാ ഈ ലിമിറ്റിംഗ് ബിലീഫ് വരുന്നത്? എവിടുന്നായിരിക്കും നമുക്ക് ഈ ലിമിറ്റിംഗ് ബിലീഫ് വരുന്നുണ്ടാവുക നമ്മുടെ ലൈഫിലേക്ക്? കുട്ടിക്കാലം Maybe മുതലേ past experiences. Yeah, sure, ma'am. താങ്ക് യു ഫോർ റെസ്പോൺസ്. അതെ, ഫസ്റ്റ് എന്ന് പറയുന്ന ലിമിറ്റിംഗ് ബിലീഫ് ഒരിക്കലും ആക്സിഡന്റ് ആയിട്ട് വരുന്നതല്ല, അല്ലെ? പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വരുന്നതല്ല. അത് നമുക്ക് കണ്ടീഷനിങ് ആയിട്ട് അല്ലെ കണ്ടീഷനിങ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു സ്റ്റോറി പറയാം. നിങ്ങൾ എല്ലാവരും കേട്ടുള്ള സ്റ്റോറിയാണ്. ഒരു കുട്ടിയാനയെ നമ്മൾ പണ്ട് എന്ത് ചെയ്യും? നല്ല ബലമുള്ള ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിടും. അപ്പൊ കെട്ടിയിട്ട സമയത്ത് ഈ കുട്ടിയാനെ എന്ത് ചെയ്യും? അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും, പക്ഷെ പരാജയപ്പെടും. ഓരോ തവണ അത് പൊട്ടിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും എന്ത് ചെയ്യും? അത് പരാജയപ്പെടും. അതിന്റെ മൈൻഡിൽ ഒരു ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്തു. ഐ കാണ്ട്, എനിക്കിത് പറ്റില്ല, അല്ലെ എന്നെ കൊണ്ടിത് പറ്റില്ല. ആ ബിലീഫ് സിസ്റ്റം അവിടെ ഫിക്സ് ആയി. അതിനുശേഷം ഈ കുട്ടിയാന വലിയ ആനയായി, വലിയ ശക്തിവാനായി. പക്ഷെ അതിനുശേഷം ചെറിയൊരു റോപ്പ് ഉപയോഗിച്ച് കെട്ടിയിട്ടാൽ പോലും എന്ത് ചെയ്യും? അതിന്റെ മനസ്സിൽ എന്താണ്? ഐ കാണ്ട്, എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ
ഈ ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും പിന്നെ അതിന് ശ്രമിക്കില്ല. അപ്പൊ അതിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അത് അതിന്റെ ഉള്ളിൽ അത് ഒരു ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്തു, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ളത്. ഒരു പക്ഷേ ഒരു തവണ അത് ശ്രമിച്ചു നോക്കിയിരുന്നെങ്കിൽ എന്താവും, അത് ഈസി ആയിട്ട് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്, അപ്പം ഈ ലിമിറ്റിംഗ് ബിലീഫ് വരുന്ന ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് ആണ്, ചെറുപ്പം മുതലാണ്. അപ്പൊ ചെറുപ്പത്തിൽ വരുന്ന പല തോട്ട്സും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പല ആളുകളും നമ്മളോട് പറയുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഫിക്സ് ആയി നിൽക്കുന്നത്. അപ്പൊ നീ പഠിക്കില്ല, അല്ലെങ്കിൽ നീ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്ന സെന്റൻസ് ഉണ്ടല്ലോ, അത് കുട്ടികളുടെ മനസ്സിൽ നന്നായിട്ട് ഫിക്സ് ചെയ്യും. അത് ആള് വലുതായി കഴിഞ്ഞാലും ആ സെന്റൻസ് അവിടെ കിടക്കും എന്നുള്ളതാണ്. സെക്കൻഡ് സോഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ കമ്പാരിസൺ ആണ്. സ്കൂളിൽ നിന്ന് പല രീതിയിലുള്ള കമ്പാരിസൺ വരും. ടാലന്റിന്റെ കാര്യത്തിൽ കമ്പാരിസൺ വരാം, മാർക്സിന്റെ കാര്യത്തിൽ കമ്പാരിസൺ വരാം, ലുക്സിന്റെ കാര്യത്തിൽ കമ്പാരിസൺ വരാം. പല രീതിയിലുള്ള കമ്പാരിസൺ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ മൈൻഡ് ജനറലൈസ് ചെയ്യും, ഐ ആം ഫെയിൽഡ്, ഞാനൊരു ഫെയിലർ ആണ് എന്ന് ആ മൈൻഡ് അങ്ങ് ഫിക്സ് ചെയ്യും. പിന്നെ അയാൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൽ ആദ്യം വരുന്ന തോട്ട് എന്തായിരിക്കും, ഞാൻ ഫെയിലർ ആണ് എന്നുള്ള തോട്ടായിരിക്കും. അതേപോലെ തേർഡ് സോഴ്സ് എന്ന് പറയുന്നത് പാസ്റ്റ് പെയിൻ ആൻഡ് ഫെയിലിയർ ആണ്. ആദ്യം പറഞ്ഞ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് ആണ്, സെക്കൻഡ് പറഞ്ഞത് സ്കൂൾ കമ്പാരിസൺ ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെയിൻ ആൻഡ് ഫെയിലിയർ. ഇതില് എല്ലാത്തിലും ഒരു പാസ്റ്റ് പെയിന് വരും. ആ പെയിനിൽ നിന്നാണ് ഫെയിലിയർ ഉണ്ടാവുന്നതാണ്. ഒരാള് എവിടെന്നെങ്കിലും റിജക്ഷൻ സംഭവിച്ചു, അപ്പൊ അവിടെ വരുന്ന തോട്ട് എന്താണ്, ഞാൻ ഇനിയും റിജക്ട് ചെയ്യപ്പെടുന്നുള്ളത്, ഞാൻ ഇനിയും റിജക്ട് ചെയ്യപ്പെടുന്നുള്ള തോട്ടാണ് ആദ്യം ആളുടെ ഉള്ളിലേക്ക് വരിക. അതേപോലെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച ഒരാളാണെങ്കിൽ അയാളെ ഉള്ളിൽ വരുന്ന തോട്ടായിരിക്കും, ഞാൻ ലവബിൾ അല്ല. അപ്പൊ വീണ്ടും അയാൾക്കൊരു വിശ്വാസക്കുറവ് വരും എല്ലാത്തിലും. പിന്നെ വരുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ പൊട്ടിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, നടക്കില്ല എന്നുള്ള ഒരു തോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. നാലാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ആൻഡ് കൾച്ചേഴ്സ് ആണ്. സൊസൈറ്റിയിൽ ഒരുപാട് ബിലീഫ് ഉണ്ട് അല്ലെ. ഇപ്പം എന്താ പറയാ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇനി അത് അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ അത് കയ്യിൽ നിലനിൽക്കില്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും പാടില്ല, അങ്ങനെയൊക്കെ ഒരു തോട്ട് സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ അത് ക്രമേണ അതൊരു പേഴ്സണൽ ബിലീഫായിട്ട് നമ്മൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ സോഴ്സ് വരുന്ന ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നമ്മൾ ആ ജഡ്ജ്മെന്റിന്, നമ്മളെ ഫെയിലർ അല്ല നമ്മൾ പേടിക്കുന്നത്, ബാക്കിയുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ അവർ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നുള്ള ഓർത്തുള്ള പേടിയായിരിക്കും അല്ലെ. വി ഡോണ്ട് ഫിയർ ഫെയിലർ, ഫിയർ പീപ്പിൾ നോട്ടീസിങ് ഫെയിലർ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് ഒരു ഫാക്റ്റ് അല്ല എന്നുള്ളതാണ്. അതൊരു ഓൾഡ് മെമ്മറി, നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഓൾഡ് മെമ്മറീസ് ആണ്. ശരിക്കും പാസ്റ്റിൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ന് ട്രൂത്ത് ആയിരിക്കാം, പക്ഷെ ഇപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ പലരും നമ്മൾ എന്ത് ചെയ്യും, അത് പറ്റില്ല എന്ന് ഓർത്ത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലേ, മനസ്സിലാവുന്നില്ലേ പറയുന്നേ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലിമിറ്റിംഗ് ബിലീഫ് ആണ്. നമ്മുടെ ഈ ലിമിറ്റിംഗ് ബിലീഫിന്റെ ടൈപ്സുകളാണ്. മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണുള്ളത് ലിമിറ്റിംഗ് ബിലീഫിന്. അപ്പൊ ഈ ടൈപ്സ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അല്ലെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാപ്പബിലിറ്റി ബിലീഫ് ആണ്. കാപ്പബിലിറ്റി ബിലീഫ്, ഈ ബിലീഫ് നമ്മളെ കുറിച്ചാണ്. എനിക്ക് എന്നുള്ള വേർഡാണ് അവിടെ കൂടുതൽ. എനിക്ക് സ്കില്ലില്ല, എനിക്ക് ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്കത് പറ്റില്ല, എന്റെ പല കാര്യം എനിക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അത് കാപ്പബിലിറ്റി ബിലീഫാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണ്, നമ്മുടെ ഗ്രോത്ത് ബ്ലോക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമുക്ക് വളർച്ച ഉണ്ടാവില്ല, നമ്മുടെ ഗ്രോത്ത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാതെ ലൈഫ് ലോങ് ആയിട്ട് എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ
കാപ്പബിലിറ്റി ബിലീഫിൽ വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വർത്ത്നെസ് ബിലീഫാണ്. അത് ആ വർത്ത്നെസ് ബിലീഫ് ശരിക്കും പറഞ്ഞ ഹേർട്ട് ലെവൽ ബിലീഫാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അല്ലെ ഹാർട്ട് ലെവൽ ബിലീഫ് എന്ന് പറയാം. ഇതിലും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, ഗുഡ് തിങ്സ് ഹാപ്പൺ ടു അതേഴ്സ് നോട്ട് ഫോർ മീ എന്നുള്ള, അല്ലെങ്കിൽ നോട്ട് മീ, മറ്റുള്ളവർക്കാണ് നല്ലത് എനിക്കല്ല എന്നുള്ളത്. അതേപോലെ ഐ എം നോട്ട് സ്പെഷ്യൽ. ഇതേപോലെ ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഒരു ബിലീഫ് ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അതിന് സൈൻ ആയിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ റിജക്ട് ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ, കോംപ്ലിമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മളത് ബിലീവ് ചെയ്യില്ല. അതേപോലെ റിലേഷൻഷിപ്പിലൊക്കെ ടോളറേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഈ ഒരു വർത്ത്നെസ് ബിലീഫിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ വർത്ത്നെസ് ബിലീഫ് നമ്മുടെ ഐഡന്റിറ്റിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കേപ്പബിലിറ്റി ബിലീഫ് നമ്മുടെ ബോഡിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർത്ത്നെസ് ബിലീഫ് നമ്മുടെ സോളിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് പോസിബിലിറ്റി ബിലീഫാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തയാണ് അപ്പൊ അവിടെ വരുന്നത്. ആ ഒരു ബിലീഫ് സിസ്റ്റം ആണ്. അതായത് എന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, അപ്പൊ എനിക്ക് സക്സസ് ഇമ്പോസിബിൾ ആണ്. അതേപോലെ മണി ഏൺ ചെയ്യുന്നത് ടഫാണ്, അല്ലെങ്കിൽ ഞാൻ ചെറിയ ആളാണ്, എനിക്ക് ബിഗ് ഡ്രീം പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ ഇത് വല്ല രീതിയിൽ ചിന്തിക്കുക. ഇതുപോലെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക വരുന്നതാണ് ഈ പോസിബിലിറ്റി ബിലീഫ്. എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വിഷനെയാണ് ഇവിടെ കില്ല് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ വിഷനെ കില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന് ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മളൊരു ട്രൈ പോലും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്ന ഈ കപ്പബിലിറ്റി ബിലീഫ് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞ കപ്പബിലിറ്റി ബിലീഫ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കില്ല് ഗ്രോ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ വർത്ത്നെസ് ബിലീഫാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഗ്രോ ചെയ്യപ്പെടും. അതേപോലെ പോസിബിലിറ്റി ബിലീഫാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഡ്രീം ഗ്രോസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഏത് ടൈപ്പാണ് നിങ്ങളെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? 3 ടൈപ്പ് ബിലീഫിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കേപ്പബിലിറ്റി ബിലീഫ്, വർത്ത്നെസ് ബിലീഫ്, പോസിബിലിറ്റി ബിലീഫ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഇതിന് ഡീപ്പ് റൂട്ട് കോസസ് എന്താണെന്നാണ് അക്കോർഡിംഗ് ടു സൈക്കോളജി. ഈ സൈക്കോളജി പ്രകാരം ഇതിന്റെ ഡീപ്പ് റൂട്ട് കോസസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഡീപ്പ് റൂട്ട് വരുന്നത് ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിങ്ങില് അത് 0 to 7 വരെയുള്ള ഏജില് കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാല് ഒരു ക്രിറ്റിക്കൽ ഫിൽറ്റർ അവിടെ നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? കേൾക്കുന്നതെല്ലാം അബ്സോർബ് ചെയ്യും. അതിൽ ഒരു ശരിയോ തെറ്റോ അല്ലെങ്കിൽ എന്നുള്ള ഒരു ഇതില്ലാതെ എന്താണോ അവിടെ കേൾക്കുന്നത് അത് കംപ്ലീറ്റ്ലി ഫിൽറ്റർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യില്ല. അപ്പം കുട്ടി തിരിച്ച് ആർഗ്യൂ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ എന്താണോ കുട്ടിയോട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കുട്ടിയോട് എന്താണോ കുട്ടി കേൾക്കുന്നത് അത് അങ്ങനെ തന്നെ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ബിലീഫ്, ആ ബിലീഫ് അവിടെ അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. അന്ന് കേട്ട സെന്റൻസ് ഇന്നും ലൈഫ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവാം അല്ലെ? നമ്മള് പണ്ടെപ്പോഴോ കേട്ട കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഉള്ളിൽ കിടന്നിട്ട് ഒരു വിങ്ങലായിട്ട് നിന്നിട്ടും നമ്മളത് മാറ്റാൻ പറ്റാത്ത കിടക്കുന്ന കുറെ സെന്റൻസുകളായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതോറിറ്റി കണ്ടീഷനിങ് ആണ്. അതില് മെയിൻ ആയിട്ട് അതോറിറ്റീസ്, അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, സൊസൈറ്റി, റിലേറ്റീവ്സ്, ഇവരൊക്കെ എന്താണ് നമ്മളൊരു അതോറിറ്റീസെ കാണും. അപ്പൊ ഇവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല. നമ്മളെ അതോറിറ്റി അവരെന്താണോ പറയുന്നത് അത് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സൈക്കോളജിക്കൽ പ്രകാരം ബ്രെയിൻ അതോറിറ്റി ഫിഗേഴ്സിനെ ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രൂത്ത് സോഴ്സ് ആയി കാണുന്നു എന്നുള്ളതാണ്. ബ്രെയിന് അതോറിറ്റി ഫിഗേഴ്സിനെ ഒരു ട്രൂത്ത് സോഴ്സ് ആയി കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വരില്ല,
ഹു സെഡ് ഇറ്റ്, ആരാ പറഞ്ഞത് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരില്ല. ഇസ് ഇറ്റ് ട്രൂ എന്നുള്ളൊരു ക്വസ്റ്റ്യനും വരില്ല. എന്താണോ പറഞ്ഞത് അത് അങ്ങനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഒരു ബിലീഫ് അവർ സ്ലോലി നമ്മളിലേക്ക് കയറുകയും ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ വേഴ്സസ് ലോജിക്കൽ മെമ്മറി. ഇമോഷണൽ മെമ്മറി ഉണ്ട്, ലോജിക്കൽ മെമ്മറി ഉണ്ട്. നമുക്ക് കേട്ടിട്ടില്ലേ ഇമോഷണൽ മെമ്മറി ആൻഡ് ലോജിക്കൽ മെമ്മറി എന്ന്? അപ്പൊ ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ഏത് മെമ്മറി ആയിരിക്കും കുറച്ചും കൂടി വർക്ക് ചെയ്യുക ഈ ഒരു കാര്യത്തില്? ഇമോഷണൽ മെമ്മറി ആയിരിക്കും, ലോജിക്കൽ മെമ്മറി ആയിരിക്കും? ഇമോഷണൽ അല്ലേ? ഇമോഷണൽ അല്ലേ? അതെ, താങ്ക് യു സിന്ധു മാം. അതെ, ഇമോഷണൽ മെമ്മറി ആയിരിക്കും. അപ്പം അപ്പൊ ഇവിടെ ഇമോഷണൽ ലോജിക്കൽ മെമ്മറിയേക്കാളും കൂടുതൽ വർക്ക് ചെയ്യപ്പെടുക ഇമോഷണൽ മെമ്മറി ആയിരിക്കും. ഒരു ഇമോഷണലും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ബിലീഫ് ആയിട്ട് അവിടെ മാറുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻസൈറ്റ് ആയിട്ട് ഇപ്പൊ ബ്രെയിന് ഒരു സംഭവം സ്റ്റോർ ചെയ്യില്ല. ആ സംഭവത്തെ ഇമോഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്, സംഭവമായിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. അതിലെന്താണോ ഇമോഷൻ, ആ ഇമോഷനെയാണ് ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഇമോഷനിൽ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാവുമ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് ഡിഫൈൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെയിലർ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എറർ എന്നുള്ളതാണ്. ഫെയിലർ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എറർ. ഇപ്പൊ ഇവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചു ഒരിക്കല്. അപ്പൊ എന്ത് തീരുമാനിക്കും? ഐ ആം എ ഫെയിലിയർ എന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ലാബൽ ചെയ്യുന്ന കാര്യം ഇഷ്ടമാണ്. അപ്പൊ ഈ ലാബൽസ് എഫേർട്ട് കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കൽ സംഭവിച്ചത് ഒരു ജീവിതത്തിൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് ബ്രെയിൻ അങ്ങ് കാണും എന്നുള്ളതാണ്. ഇവിടെ ഫെയിലർ ആണോ റിപ്പീറ്റ് ചെയ്തത്, അതോ ബിലീഫ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക? ബിലീഫാണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫെയിലർ റിപ്പീറ്റ് ചെയ്യുന്ന കൂടുതൽ ബിലീഫാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബയസ് ആണ്. ഫിഫ്ത്ത് പോയിന്റ് നെഗറ്റീവ് ബയസ് എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്കൊരു ഒരു 5 പോസിറ്റീവ് തോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും അവിടെ ഒരു നെഗറ്റീവ് തോട്ട് വന്നാല് നമ്മുടെ മൈൻഡ് ഏതാ ഹൈലൈറ്റ് ചെയ്യുക? നെഗറ്റീവ് തോട്ട്. നെഗറ്റീവ് തോട്ടായിരിക്കും അല്ലെ? എത്ര കോംപ്ലിമെന്റ്സ് നമുക്ക് കിട്ടി, എല്ലായിടത്തും സപ്പോർട്ടും എല്ലാ കോംപ്ലിമെന്റ്സ് എല്ലാം കിട്ടി, എവിടെന്നെങ്കിലും ഒരു ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക അത്രയും കിട്ടിയ 5 ഇതിന് പകരം ഹൈലൈറ്റ് ചെയ്തിരിക്കുക ആ നെഗറ്റീവ് തോട്ട് എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഐഡന്റിറ്റി. ആറാമത്തെ പോയിന്റ് ആണ് ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് ഇതില് എന്താ പറയാ, ഒരു ബിലീഫ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്നല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന നിലയിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് ആവുന്നത്. നമുക്കുണ്ടാകുന്ന ഒരു ബിലീഫ് എനിക്കിങ്ങനെ തോന്നുന്നു എന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് എന്ന നിലയിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ബിലീഫ് എന്ത് ചെയ്യും? ഐഡന്റിറ്റിയായി മാറുന്നു എന്നുള്ളതാണ്. അതും സൈക്കോളജി പ്രകാരം പറയുവാണെങ്കിൽ ബ്രെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യലാണ്. അപ്പം ബ്രെയിൻ പറയുന്നു ഞാൻ അതാണോ, അതിനെ മാറ്റരുത്. ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ അതിനെ മാറ്റരുത്. അത് മാറിയാൽ ഞാൻ അൺസേഫ് ആണ്. അതുകൊണ്ട് ബിലീഫ് ഐഡന്റിഫൈ ചെയ്ത ബ്രെയിൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് വന്ന ഒരു ബിലീഫ് ആണെങ്കിൽ അത് ലോജിക്ക് കൊണ്ടല്ല, അവയർനെസ് കൊണ്ടാണ് നമ്മളത് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത ഇത് പറയുന്ന 4 സ്റ്റെപ്പ് മെത്തേഡ് ടു ബ്രേക്ക് ബിലീഫ്. ഇതാണ് നമ്മളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇതെല്ലാം നമ്മൾ ഇത്ര നേരം ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു.
ഇതെങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം? ഈ ബിലീഫ് എങ്ങനെ നമുക്ക് ബ്രേക്ക്, അതിനൊരു 4 സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ബിലീഫ്. അപ്പൊ നമുക്ക് ഏതാണോ ബിലീഫ് അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിള്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല. ഇത് നമ്മളല്ല, നമ്മളെ വിശ്വസിക്കുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു തോട്ടാണ്. അതിന്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എനിക്ക് കഴിയില്ല സെന്റൻസ് എന്നുള്ള ഒരു തോട്ട് ഇങ്ങനെ വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ എനിക്ക് കഴിയില്ല എന്ന് വരുന്ന ഒരു തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് അത് കഴിയില്ല, എനിക്ക് എന്ന് വരുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരുന്ന ഒരുപാട് തോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ തോട്ട് എപ്പോ തുടങ്ങിയതാണ്? ആരാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്? ഇത് എന്റെ എക്സ്പീരിയൻസ് ആണോ അതോ മറ്റൊരാളുടെ അഭിപ്രായമാണോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ബിലീഫ് തിരിച്ചറിയാതെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണോ നമ്മളിൽ വന്ന ബിലീഫ് അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫാക്ട് ചെക്ക്. ആ ഫാക്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സത്യമാണോ നോക്കുക. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കായി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് സ്വയം ചോദിക്കണം. അതിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് സയന്റിഫിക് പ്രൂഫ് ഉണ്ടോ? അല്ലെങ്കിൽ ഇത് 100% സത്യമാണോ? എന്റെ ജീവിതത്തിൽ ഇതിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് ആ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു നോക്കാം. ഏതൊക്കെയാണ് ആ 3 ക്വസ്റ്റ്യൻസ്? ഇതിന് എന്തെങ്കിലും സയന്റിഫിക് പ്രൂഫ് ഉണ്ടോ? ഇത് 100% സത്യമാണോ? എന്റെ ജീവിതത്തിൽ ഇതിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ബിലീഫ് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബിലീഫ് ആണെങ്കിൽ, എനിക്ക് മറ്റുള്ളവരോട് അധികം സംസാരിക്കാൻ കഴിയില്ല എന്നൊരു ബിലീഫ് ആണെങ്കിൽ നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാം. ആദ്യം സെൽഫായിട്ട് ചോദിക്കുക, ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കാറില്ലേ എന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ ഞാൻ പല കാര്യത്തിലും കംപ്ലൈന്റ് ഒക്കെ പറയാറില്ലേ, ഞാൻ പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ. ഇതെല്ലാം നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബിലീഫ് ഫോൾസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ട്രൂത്ത് എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന അല്ല, ആ ബിലീഫ് ബ്രെയിൻ പറയുന്ന എക്സാജറേഷൻ ആണ് അതിന്റെ ട്രൂത്ത് ആയിട്ട് വരുന്നത്. എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന ബിലീഫ് ബ്രെയിൻ പറയുന്ന എക്സാജറേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീഫ്രെയിം ഓർ റീപ്ലേസ്. റീഫ്രെയിം ഓർ റീപ്ലേസ്, നമ്മളെ വിശ്വാസം മാറ്റിവെക്കുക അല്ലെ. എന്താണ് റീഫ്രെയിം എന്നാൽ? റീഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സംഭവത്തെയോ ഒരു ചിന്തയെയോ വേറെ ഒരു ആംഗിളിൽ നിന്ന് കാണുക. നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ ചിന്തയോ നമ്മളൊരു ഒരു ആംഗിളിൽ നിന്നൊന്ന് കണ്ടു നോക്കുക. ഫോർ എക്സാമ്പിള്, സെയിം സിറ്റുവേഷൻ, അതിന്റെ മീനിങ് മാത്രം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഗ്ലാസ് ഹാഫ് എംപ്റ്റി, ഗ്ലാസ് ഹാഫ് ഫുൾ. ഇവിടെ എന്താ? ഗ്ലാസ് മാറിയിട്ടില്ല, പക്ഷെ അതിന്റെ അർത്ഥം മാറി അല്ലെ. ഗ്ലാസ് ഹാഫ് എംപ്റ്റി എന്ന് പറയുമ്പോൾ, ഗ്ലാസ് ഹാഫ് ഫുൾ എന്ന് പറയുമ്പോൾ ഗ്ലാസ് മാറിയിട്ടില്ല, പക്ഷെ അതിന്റെ അർത്ഥം മാറി. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്തുകൊണ്ട് സിംപ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല? പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ്? No, but slowly and definitely we can. യെസ് മാം, ഷുവർ. ബ്രെയിൻ ഒരു ബിലീഫ് വാക്വം സഹിക്കില്ല. ഒരു ബിലീഫ് വാക്വം ബ്രെയിൻ സഹിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ബ്രെയിൻ ചോദിക്കും, അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കണം? അതിനെ റീപ്ലേസ് ചെയ്യാതെ അത് ബിലീഫ് മാറില്ല എന്നുള്ളതാണ്. ഇനി റീഫ്രെയിം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ മെത്തേഡ് എങ്ങനെയാ?
അതിൽ സ്റ്റെപ്പ് 1 റീഫ്രെയിം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾഡ് ബിലീഫിനെ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എന്താണോ ഇപ്പോൾ ഉള്ള ഓൾഡ് ബിലീഫ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനോട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. അതായത് എനിക്ക് തോട്ട് വരുന്നത് എനിക്ക് തോട്ട് അല്ലെ എനിക്ക് തോട്ട് വരരുത്, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇത് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? തോട്ട് ശക്തം ഒറ്റയടിക്ക് മാറ്റണം എന്നുള്ളതല്ല പറഞ്ഞത്. ഈ തോട്ട് വരരുത്, ഇത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഫൈറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ശക്തമാവുകയും ചെയ്യുന്നത്. പകരം ഇതിപ്പോൾ എൻ്റെ ബ്രെയിനിലുള്ള ഒരു ബിലീഫാണ്. ഇതിപ്പോ എന്റെ ബ്രെയിനിൽ ഒരു ബിലീഫാണ്, ഇത് ജഡ്ജ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, റെസിസ്റ്റൻസ് ഇല്ല, ആക്സെപ്റ്റൻസ് മാത്രം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് റീഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത്. ഇതാണ് റീഫ്രെയിം ചെയ്യാൻ, അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യുക. അപ്പൊ ബിലീഫില് എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് കഴിയില്ല എന്നാണെങ്കിൽ അതിന്റെ ഓൾഡ് മെമ്മറി എന്താണ്? ഞാൻ വീക്ക് ആണെന്ന് ആദ്യം ഒരു തോട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ ന്യൂ മീനിങ് ആയിട്ട് എന്ത് കൊണ്ടുവരണം? എനിക്ക് ഇതുവരെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് അതിനെ റീഫ്രെയിം ചെയ്തെടുക്കുക. അപ്പൊ ആ സെയിം സിറ്റുവേഷൻ ഡിഫറെന്റ് മീനിങ്ങിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റിയലിസ്റ്റിക് റീപ്ലേസ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരിക. അതായത് റീപ്ലേസ്മെന്റ് ബിലീഫ് 100% ബിലീവബിൾ ആയിരിക്കണം. റീപ്ലേസ്മെന്റ് ബിലീഫ്, നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിലീഫ് 100% ബിലീവബിൾ ആയിരിക്കണം. ആർക്ക്? നമുക്ക് സ്വന്തമായിട്ട്. അപ്പം ഞാൻ ബെസ്റ്റ് സ്പീക്കർ ആണ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, അതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരൊറ്റയടിക്ക് പറഞ്ഞു ഞാൻ ബെസ്റ്റ് സ്പീക്കർ ആണെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം ബ്രെയിൻ എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്യും, ഷുവറായിട്ട് റിജക്ട് ചെയ്യും അല്ലെ? അപ്പം അവിടെ പകരം എന്ത് ചെയ്യണം? ഗുഡ് റീപ്ലേസ്മെന്റ് കൊടുക്കണം. എവിടെ എന്ത്? ഞാൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചെടുക്കാം അല്ലെ? അപ്പൊ ഈ റീപ്ലേസ്മെന്റ് ബിലീഫ് എന്ത് ചെയ്യും? അവിടെ ഒരു ഹോപ്പ് പ്ലസ് ലോജിക്ക് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതില് നമുക്ക് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അവര് പറയുന്നു എനിക്ക് നെഗറ്റീവ് തോട്ട് വരുന്നതാണ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന മീനിങ്, അപ്പൊ അവരോട് നമുക്ക് പറയാം, നിങ്ങൾ അതിന് കൊടുക്കുന്ന മീനിങ് ആണ് പ്രശ്നം. ആ മീനിങ് ചേഞ്ച് ചെയ്യുന്നത് പറ്റും, നിങ്ങളുടെ ആ തോട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ? ഇമോഷൻസ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ബിലീഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത്? നമ്മളെ ചിന്തിക്കുന്ന ആ ഒരു മീനിങ്ങില് മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈക്രോ ആക്ഷൻ ആണ്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആക്ഷൻ എടുക്കാണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ബിലീഫ് ആക്ഷൻ ഇല്ലാതെ ഇതൊന്നും മാറില്ല അല്ലെ? വലിയ ആക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു മൈക്രോ ആക്ഷൻ എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എനിക്ക് സംസാരിക്കാൻ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരാളോടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു നോക്കുക. ഇനി എനിക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ എന്നുള്ള ചിന്തയാണ് ആളുടെ ഉള്ളിലെങ്കിൽ നമ്മൾ മിറർ ടോക്ക് ചെയ്യാം, ഐ കോണ്ടാക്ട് ആയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതേപോലെ വരുന്നത് എനിക്ക് ചേഞ്ച് പോസിബിൾ ആണോ, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ഇമ്പോസിബിൾ എന്നുള്ള ബിലീഫ് ആണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഹാബിറ്റ് അതിലേക്ക് കൊണ്ടുവരിക. അതായത് 5 മിനിറ്റെങ്കിലും നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതൊരു ന്യൂ ബിലീഫായി മാറുന്നത്. ആക്ഷൻ ഇല്ലെങ്കിൽ ബിലീഫ് ചേഞ്ച് ഒരിക്കലും പറ്റില്ല, അത് പഴയ പോലെ തന്നെ തിരിച്ചു പോകുന്നുള്ളതാണ്. നമ്മൾ ഇത്രയും ആക്ഷൻ എടുത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പം ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം മാറ്റണമെങ്കിൽ ഇപ്പൊ നമ്മൾ റീറൈറ്റ് ദ ഇന്നർ സ്റ്റോറി, നമ്മുടെ ഇന്നർ സ്റ്റോറി എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യപ്പെടണം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോളമായിട്ട് അല്ലെങ്കിൽ ഒരു 2 സെക്ഷനായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ എന്താണോ നമ്മുടെ സ്ട്രോങ്സ്റ്റ് ബിലീഫ് അത് എഴുതുക. അതിന്റെ നെക്സ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യാം? റീറൈറ്റ് ദ എംപവറിംഗ് ബിലീഫ്. ഇപ്പോൾ ഉള്ള ബിലീഫും എംപവറിംഗ് ബിലീഫ് എന്താണെന്നും ഇപ്പൊ എഴുതും. ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് എന്ത് എഴുതണം? ഐ ക്യാൻ ഇംപ്രൂവ് വിത്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഡെയിലി.
എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എഴുതിയെടുക്കണം അല്ലെങ്കിൽ പറയണം എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അതിന്റെ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ എന്താണോ നമുക്ക് ഉള്ള ബിലീഫ്, ലിമിറ്റിംഗ് ബിലീഫ്, അത് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് നമ്മളെ കുറച്ച് സമയം അതെന്താണോ എന്നുള്ള രീതിയിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർബൽ അഫർമേഷൻ കൊടുക്കുക. നമുക്ക് അഫർമേഷൻ കൊടുക്കാം. അപ്പൊ എന്താണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് അത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അഫർമേഷൻ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അത് അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതില് നമ്മളിപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്, അത് എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, എത്ര ടൈപ്പ് ഉണ്ട്, അതിന്റെ ഡീപ്പ് റൂട്ട് എന്തൊക്കെയാണ്, ഇതിൽ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം, 4 ആക്ഷൻ മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫിനെ പറ്റി പറഞ്ഞത് അല്ലോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇതിലൊക്കെ നമ്മെ തടയുന്നത് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളല്ല. ഇതിനൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതം നമ്മെ തടയുന്ന നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും അല്ല, നമ്മൾ വിശ്വസിക്കുന്ന കാഴ്ചപ്പാടുകളാണ് അല്ലേ. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് വയസ്സായി, എന്നെ ആരും പിന്തുണയ്ക്കുന്നില്ല, ഇതൊക്കെ എന്താണ്, ഫാക്ട്സ് അല്ല, ഇവ കൺക്ലൂഷൻ ആണ്. അപ്പൊ പഴയ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ. അപ്പൊ ഒരു കാര്യം ഓർത്ത് നോക്കിക്കേ, ഒരു ചിന്ത ആവർത്തിച്ചാൽ ഒരു ബിലീഫായിട്ട് മാറും. ഈ ബിലീഫ് മാറ്റിയാൽ ജീവിതം തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെറിയൊരു ചുവട് വെച്ച് നോക്കിക്കേ. ഇതിൽ ഈ പറയുന്ന സിസ്റ്റത്തിലൂടെ നിങ്ങളൊന്ന് ചെറിയൊരു മാറ്റം കൊണ്ടുവന്ന് നോക്കിയാൽ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും മാറണം എന്നില്ല, പക്ഷെ നമുക്ക് ഫിയറും കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല. ഫിയർ ഇല്ലാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ചാൽ നമുക്ക് അത് തന്നെ ഒരു വലിയ കറേജ് ആണ് അല്ലെ. അപ്പൊ ഇന്ന് മുതൽ നമ്മളൊരു വാചകം മാറ്റി പറയുക, എനിക്ക് പറ്റില്ല എന്ന് പകരം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ അതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്ന് നമ്മൾ പറയുന്ന ആ നിമിഷം മുതൽ നമ്മൾ എവിടെയാണോ ആ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയത് അവിടെ ആ ചെയിൻ പൊട്ടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതാണ് ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു ഓൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സെഷനിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ആരും ഒന്നും പറയാത്ത കാരണം I would like to share some of my thoughts. Okay. അനുവിന്റെ സെഷൻ ഞാനൊരു മാർക്ക് ഇടണമെന്ന് പറഞ്ഞാല് 10-ൽ 10 മാർക്ക് ഞാൻ ഇടും. 10 out of 10. സമയം വളരെ കുറവായ കാരണം യു ആർ നോട്ട് ഏബിൾ ടു എലാബറേറ്റ്. പക്ഷെ പറഞ്ഞതെല്ലാം 100% വളരെ യൂസ്ഫുൾ ആയിട്ടുമുള്ള ഇൻഫോർമേറ്റീവ് ആണ്. ഇനി ചെയ്യേണ്ടത് എന്റെ സജഷനാണ്, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേൾക്കുക. ഈ ഇരിക്കുന്ന ഓഡിയൻസിലെ മിക്കവർക്കും ഈ ടോക്ക് കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറെ പേരൊക്കെ കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്നവരാണ് കേട്ടോ. ഇനി ലിമിറ്റിംഗ് ബിലീഫൊക്കെ ഇതൊക്കെ പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലതൊക്കെ ചെയ്യാമായിരുന്നു എന്നിങ്ങനെ പറയുമായിരിക്കും. പ്ലീസ് ട്രൈ ടു റീച്ച് ഔട്ട് ടു ചിൽഡ്രൻ. കുറെ സ്കൂളുകളിൽ മിഡിൽ ക്ലാസ്സിലുള്ളവർ, ഒരു 10-നും 13-നും വയസ്സിന് ഇടയ്ക്ക് ഉള്ള ആ പിള്ളേരുടെ ക്ലാസ്സിൽ ഒരു സ്കൂൾ മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊരു ടോക്ക് കൊടുക്കുമ്പോൾ, വേറെ നിങ്ങൾ യു ആർ നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് എനി റിലീജിയൻ അല്ലെങ്കിൽ പോളിറ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 സ്കൂളിൽ അപ്രോച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സ്കൂളിൽ അവരെങ്കിലും എന്നെ എഗ്രി ചെയ്യും. മിക്കവരും റെസിസ്റ്റൻസ് ആണ്. ഈ ടീച്ചേഴ്സാണ് ഏറ്റവും വലിയ പ്രയാസം കേട്ടോ. ഏറ്റവും വലിയ പ്രയാസം ടീച്ചേഴ്സാണ്. ശരിക്കും അടഞ്ഞ മനസ്സുള്ള
ഒരാണ് ഈ ടീച്ചേഴ്സ്, ഒരു മെജോറിറ്റി. ഈ പിള്ളേർക്ക് ഈ അനുജി നിങ്ങൾ അവർ ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ ഒരു 30 പിള്ളേരുണ്ടെങ്കിൽ അതിലൊരു 20% പിള്ളേരെങ്കിലും ഈ മെസ്സേജ് കൊണ്ട് അവരുടെ ജീവിതം ഒന്നായിട്ട് രക്ഷപ്പെടും. അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കുറെ കഴിഞ്ഞാൽ പിന്നെ കതിരിൽ കൊണ്ട് വളം വയ്ക്കുന്ന പോലെ ആയിപ്പോ. കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. സോ എന്തായാലും ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ, ഞാൻ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. ആ ഇവിടെ കൊച്ചു വെളുപ്പാങ്കാലത്ത് 8 മണി അല്ല 7:30 ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഞാൻ നാട്ടിൽ വരുമ്പോഴെല്ലാം അവിടെയുള്ള അടുത്തുള്ള സ്കൂളുകളിൽ, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്, ആ സ്കൂളുകളിൽ, അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അവിടുത്തെ സ്കൂളുകളിലെല്ലാം ചെന്നിട്ട് ഈ ടീനേജേഴ്സിനെ അഡ്രസ് ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് റൈറ്റ് കരിയർ ഫോർ റൈറ്റ് റീസൺസ്, ആദ്യം കരിയർ ചൂസ് ചെയ്യുന്നത് തന്നെ ഈ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഇതിലോട്ട് കയറി അതിനു വേണ്ടിയുള്ള കോച്ചിങ് സെന്ററിലെല്ലാം കയറി ഇറങ്ങി, എന്നിട്ട് ആത്മവിശ്വാസം, നേരത്തെ പറഞ്ഞു ഫെയിലിയർ, അവർ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നു, JEE എഴുതുന്നു, തോക്കുന്നു, അതോടെ അവരുടെ ഉള്ള സെൽഫ് കോൺഫിഡൻസ് കംപ്ലീറ്റ് പപ്പടം പോലെ ഇതായിപ്പോവും. അതാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയും, യു മസ്റ്റ് ചൂസ് ദി കരിയർ ദാറ്റ് മാച്ചസ് യുവർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് മൈ റിക്വസ്റ്റ് ഈസ് go to schools and address the students. It was a wonderful session. Okay. Thank you, sir. Thank you so much. ആർക്കൊന്നും ആഡ് ഓൺ ചെയ്യാനില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര നല്ലൊരു ടോപ്പിക് ആയിരുന്നു അനു മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ച്. ആൻഡ് അതില് ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനുണ്ട് എനിക്ക്. വിത്ത് ഡ്യൂ റെസ്പെക്ട് വേണു സർ, ഇവിടെ സെഷൻ എടുക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കുഴിയിലേക്ക് കാലി കെട്ടിയിരിക്കുന്നവരല്ല. കുറച്ചു പേരെങ്കിലും ഈ സെഷൻ കേട്ട് പുറത്ത് സെഷൻ എടുക്കുന്നവരുണ്ട്. ഇതില് സെഷൻ എടുത്ത അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി വരുന്നവർ മാത്രമല്ല, അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റിപ്പോയത് ഇതുകൊണ്ടാണ് എന്ന് റിയലൈസ് ചെയ്ത് അവരുടെ മക്കളിലേക്കോ കൊച്ചുമക്കളിലേക്കോ, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ട്രെയിനിങ് എടുക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിന്ധു മാം ഉണ്ട്. സിന്ധു മാം ഒരു കാരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു പേഴ്സൺ ആണ്. സോ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും, മേ ബി മാമിന് ഇതിലെ 10 കാര്യം പറയുന്നുണ്ടെങ്കിൽ മേ ബി ഷീ നോസ് ഓൾ ദ 9, പക്ഷെ ഒരു പോയിന്റ് ഉണ്ടാവും വിച്ച് ഷീ ക്യാൻ ഗ്രാസ്പ് ഫ്രം ഹിയർ, ആൻഡ് അതായിരിക്കും ഒരു വൈഡ് ഒരു ഓഡിയൻസിലേക്ക് ഷീ വിൽ ബി ഗിവിങ്. സോ ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ വി ഹാവ് സേ അറൌണ്ട് ഓൺലി 10 അല്ലെങ്കിൽ 15, 14 ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ നമ്മുടെ ഇത് ട്രെയിനർ സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മുടെ ലൈവിൽ ഉണ്ടാവുന്നത്, ബിക്കോസ് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നവരായതുകൊണ്ട്. പക്ഷേ ഓൾ ദീസ് ആർ ബീൻ അപ്ലോഡഡ് ടു ദ യൂട്യൂബ് ചാനൽസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെയും വ്യൂവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ ലിമിറ്റിംഗ് ബിലീഫ്സ് തന്നെ എടുത്തു പറയാവുന്ന ഒരു ഇൻ ഷോർട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ബിലീഫ്സ് ആണ് പലപ്പോഴും നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, നമ്മൾ പറയില്ലേ, എന്തിന്റെയും ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കാം. നമ്മളൊരു നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി ഉണ്ടാവില്ല നോ പറയാൻ. ഒരു കാര്യം നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നവരെ ടെൻഷനെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ആവേശമായി. അങ്ങനെ വട്ട് എവർ യു ടേക്ക് ആസ് എൻ എക്സാമ്പിൾ അങ്ങനെയാണ്. അപ്പൊ സെയിം തിങ് മാം പറഞ്ഞത് മാതിരി നമ്മളെ പലപ്പോഴും നമ്മുടെ ഫിയർ ആയിക്കോട്ടെ, നമ്മുടെ കുട്ടിക്കാലത്തുള്ള നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളായിക്കോട്ടെ, ഓൾ ദീസ് തിങ്സ് ആർ പുള്ളിങ് അസ് ബാക്ക്. പക്ഷെ ദ മൊമെന്റ് നമ്മൾ എവിടെയാണ് ഇത് നമ്മുടെ ബിലീഫാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നത്, പിന്നെ എവറിത്തിങ് സീംസ് ടു ബി വെരി ഈസി ഫോർ അസ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മുമ്പിൽ ഒരുപാട് വഴികൾ, ഡോറുകൾ തുറക്കുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ നീഡ് ഓഫ് അവർ ആർ എന്ന് പറയുന്നതായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇൻട്രോ പറഞ്ഞ ജുവൽ മാമിന്റെയും ഇൻട്രോ വളരെ നന്നായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിലാണ്. ട്രെയിനേഴ്സ് ടോക്കിലെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിൽ
കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ട്രെയിനേഴ്സിന് അവർക്കൊരു പ്രാക്ടീസ് ചെയ്യാനും അവർക്ക് 4 ആളുടെ മുമ്പിൽ അവരെ പ്രസന്റ് ചെയ്യാനുമുള്ള ഒരു വേദിയാണ് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഒരു നല്ലൊരു ടോപ്പിക്കും മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് വ്യാഴാഴ്ച ഈവനിങ് കാണാം. സോ You're ടിൽ ദെൻ right. ബൈ. And സോ just a ഇതേപോലെ minute. യെസ് Just a യെസ് minute. അർച്ചനാജി, പ്ലീസ്. എന്നുവെച്ചാല് ഞാൻ എൻ്റെ ആ അഭിപ്രായം പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 250 വെബിനാർ ഹോസ്റ്റ് ചെയ്തവനാണ്. അതിൽ മിക്ക ഇതേപോലെ സെൽഫ് ഗ്രോത്തിനും സെൽഫ് ഡെവലപ്മെന്റാണ്. അതിൽ വരുന്ന ഓഡിയൻസിലെ ഒരുപാട് പേരുടെ ആ ഫീഡ്ബാക്കിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അവർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളിപ്പം കുഴിയിൽ കാലും നീട്ടിയിരിക്കുകയാണ്, ഇത് വളരെ ലേറ്റായി പോയി, ഒരു 20 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ. അവർ പറഞ്ഞതിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു. എക്സെപ്ഷൻസ് കാണും, അതുകൊണ്ടാണ് ഞാൻ കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്നത്. ഞാൻ വന്നതിനാണ് രാവിലെ 7:30 മണിക്ക്, 70 വയസ്സ് കഴിഞ്ഞ് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? എക്സെപ്ഷനാണ്. അങ്ങനെ എക്സെപ്ഷൻ കുറച്ച് പേര് കാണും, പക്ഷെ മെജോറിറ്റി അല്ല. അതേപോലെ നേരെ വെച്ച് സ്കൂളുകളിലാണെങ്കിൽ ആ പിള്ളേരെല്ലാം മെജോറിറ്റിയാണ്. നേരത്തെ അല്ല, അവർ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി സ്കൂളിൽ പോയി ആ പറയണം എന്നുള്ള ഓപ്ഷൻ വളരെ കറക്റ്റ് ആണ്. ആൻഡ് അനുമാം ഇസ് ഡൂയിങ് ദാറ്റ്. ഷീ ഹാസ് ബീൻ ടേക്കിംഗ് ക്ലാസ് ഇൻ സെവറൽ സ്കൂൾസ്. വെരി സെഷൻസ് ഗുഡ്, എടുക്കുന്നുണ്ട് മാം. വെരി ഗുഡ്, മാം വെരി ഓൾറെഡി ഗുഡ്, ഷീ ടേക്കിംഗ് സെവറൽ സെഷൻസ്. ആ സെഷൻ എടുക്കുന്നതിന് കുറച്ചും കൂടി ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഷീ അപ്രോച്ച് ഫോർ ദിസ് കോഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ചെയ്യേണ്ടത്. ഇതിൽ നല്ലൊരു ശതമാനം എടുത്ത് ഇതാ പറയുന്നത്, വളരെ ലേറ്റായി പോയി, ഇത് കുറെ നാൾ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്, അതിനെ തന്നെയാണ് ഞാൻ ഇവിടെ വോയിസ് ചെയ്തത്. ഇറ്റ് ഇസ് നോട്ട് മൈ ഓൺ പേഴ്സണൽ ബിലീഫ് അല്ല, ബിക്കോസ് അത് പേഴ്സണൽ വോയിസിനെ പലരുടെയും. മാത്രമല്ല, ഇപ്പൊ സർ ഫോർ എക്സാമ്പിൾ സർ പറഞ്ഞ മാതിരി കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കുറച്ചും കൂടി ഒരു സീനിയർ വൺ ഓഫ് ദ സ്റ്റുഡന്റ് ആണ് എന്റെ ബാച്ചിലെ ചന്ദ്ര മാം. ഷീസ് എൻ അഡ്വക്കേറ്റ് ഇൻ കോഴിക്കോട്. അപ്പൊ മാമിനെ സംബന്ധിച്ച് മാം വരുന്നതും മാം അത് മനസ്സിലാക്കാനും, മാമിന്റെ മക്കളൊക്കെ വലുതായി, മക്കളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളോട് പറയാനും, ഇനി ഒരു ന്യൂ ജനറേഷന് കുറച്ചൊക്കെ നോളേജ് പകർന്നു കൊടുക്കാനാണ് മാം കൂടെ വന്നിരിക്കുന്നത്. Isn't it, ചന്ദ്ര മാം? Yes, ma'am, I wanted to add that. Thing is, I'm still teaching, okay? As far as my teaching is concerned, professional teaching, as professionals, there is no age limit, okay? So wherever I go, wherever I teach, even now I joined this trainers program so that if I get an opportunity to train, so naturally we have an audience. So these audience, if this topic today, which is on beliefs, which is pulling us all back, is it not? These beliefs always limits us. I did not Yes, hear ma'am, definitely. that's why I did not contribute my feedback. I was only into it after half of it. So I just wanted to tell that there is no age for learning. Learning can be done at any point. And now online ayadonde namukku unlimited ആണ്. We can Yes. definitely do this. And as far as I am concerned, whenever I take professional classes also, I guide them from whatever I learn. Or definitely as added Anna. Next time, Archana ma'am next session on I know that. So I'll stop here. Anyway, Anu ma'am, it was a very interesting one. Whatever I heard, I'll hear your recording. It'll be help to me to guide others. Definitely. Thank you, ma'am. Thank you. ഈ Thank റെക്കോർഡിംഗ് you, sir. എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അർച്ചനാജി? നമ്മുടെ വിൻബിൾ ട്രെയിനിന്റെ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യും സർ. ആ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. ഓക്കെ, എവറി ഡേ ആഫ്റ്റർ ദ സെഷൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ഗ്ലാഡ് ടു ഷെയർ ദാറ്റ് വൺ വിത്ത് എന്റെ കുറെ കോണ്ടാക്ട്സിന് ഹു ആർ ഓ യാ പ്ലീസ്. ദിസ് ടോക്ക്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പിശുക്ക് കാണിക്കാറില്ല. ഞാനൊരു ടോക്ക് പറഞ്ഞാൽ കൊള്ളാന്നുണ്ടെങ്കിൽ കൊള്ളാന്ന് പറയും, എന്തായാലും സർ അത് മിസ് അല്ല ചെയ്യാതിരിക്കാൻ തരക്കേടില്ല, വേണ്ടിയിട്ട് ഐ വിൽ ഓൾസോ ഷെയർ ഇറ്റ് കുഴപ്പമില്ല പേഴ്സണലി ടു യു. എന്ന് പറയത്തില്ല. നോ അതുകൊണ്ടാണ് വറീസ്. ഞാൻ പറഞ്ഞത് 10ൽ 10 മാർക്കും തരും ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഞാൻ പിശുക്ക് കാണിക്കാറില്ല. ആൻഡ് ഐ ഡോണ്ട് ട്രൈ ടു ഫ്ലാറ്റർ ഓൾസോ. ഞാൻ മുഖസ്തുതിയും പറയാറില്ല. ഈ രണ്ടും ഞാൻ ചെയ്യാറില്ല. I think in feedback, we don't use that word flattering, right? You have to be true on what we say, whatever we heard, and it's better to do personal corrections. I would appreciate that if in this group it's not proper on a platform to say something wrong or anything. If we have any feeling, definitely I will personally inform them these are the things you could change, so we can adopt those. That's how we handle things maturely, right? Yes, definitely. Thank you. So shall we wind up? Yeah. Okay. അപ്പൊ ഇനി മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വ്യാഴാഴ്ച കാണാം.
താങ്ക് യു സോ മച്ച്. ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. Okay, Good night, Good night. ma'am. Thank Meet you, you in the ma'am. next session. Good night, ma'am.